ഹായ് ഫ്രണ്ട്സ്, വൺസ് അപ്പോൺ എ ടൈമിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് മൂവിയല്ല, മറിച്ച് ഒരു ജപ്പാനീസ് ഫാൻറ്റസി സീരീസ് ആണ്. അതിലോട്ട് കടക്കുന്നതിന് മുൻപ് കൂട്ടുകാരെൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് കഥയിലോട്ട് പോകാം. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് സംഭവിച്ച കാര്യങ്ങൾ ഒരു കഥ രൂപേണ നമ്മളെ കേൾപ്പിക്കുന്നു. പണ്ട് മനുഷ്യലോകവും അസുരലോകവും ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ടണലുണ്ട്. അതിനുള്ളിൽ നിന്നും അസുരന്മാർ മനുഷ്യന്മാരെ കൊല്ലാൻ വേണ്ടി പുറത്തേക്ക് വരികയാണ്. ഇത് കണ്ട ദേവലോകത്തിലെ ദേവന്മാർ ആ ടണലിലൂടെയുള്ള വഴി അടയ്ക്കുന്നു. കാരണം ഇരു കൂട്ടർക്കും സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി. ഇപ്പോൾ പ്രസന്റിലുള്ള കാര്യങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. നമ്മൾ കുറച്ചു മുന്നേ കഥയിൽ കണ്ട അതേ ടണൽ, അതിൽ നിന്നും ഒരു കൊതുപോലത്തെ എന്തോ ഒരു ജീവി പുറത്തു വരുന്നത് നമ്മളെ കാണിക്കുന്നു. അത് അവിടെ നിന്നും പറന്നുപോയി ഒരു വയസ്സായ ഡ്രൈവറിന്റെ ഷോൾഡറിൽ വന്നിരിക്കുന്നു. അതെന്നിട്ട് അയാളുടെ മൂക്കിന്റെ ഉള്ളിൽ പോകുന്നത് നമ്മളെ കാണിക്കുന്നു. ഇപ്പോൾ ഈ സീരീസിനെ തന്നെയുള്ള കഥാനായകനെ നമ്മളെ കാണിക്കുന്നു. ഇവന്റെ പേര് യുട്സുക്കി. ഇതൊരു ജപ്പാനീസ് സീരീസ് ആയ കാരണം ക്യാരക്ടേഴ്സിന്റെ പേര് നമുക്കങ്ങനെ ഓർത്തു വെക്കാൻ പറ്റിയെന്ന് വരില്ല. അത് കാരണം ഞാൻ തന്നെ ക്യാരക്ടേഴ്സിന് ചില പേരുകൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കഥാനായകനെ നമുക്ക് യോക്കോ തന്നെ വിളിക്കാം. ആളാണെങ്കിൽ ഒരു കലിപ്പനാണ്. ആരെയും റെസ്പെക്ട് ചെയ്യില്ല. ഇങ്ങോട്ട് ചൊറിയാൻ വന്നവരെ അങ്ങോട്ട് കണക്കിന് കൊടുത്ത് പറഞ്ഞു വിടും. പക്ഷേ ആളൊരു നല്ലവനാണ്. എല്ലാവരെയും സഹായിക്കണം എന്ന് മനസ്സുള്ളവൻ. ഇപ്പോൾ അവന്റെ അടുത്തേക്ക് ഒരു പെണ്ണ് വരുന്നത് നമ്മളെ കാണിക്കുന്നു. അത് ഇവന്റെ ഗേൾഫ്രണ്ട് ആണ്. ഇവർ കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് വളർന്നവളാണ്. അവളെ നമുക്ക് മിന്നി തന്നെ വിളിക്കാം. ഇപ്പോൾ ഒരു പയ്യനെ കാണിക്കുന്നു. അവനെ ഒരു കൂട്ടം പയ്യന്മാർ പൈസ ചോദിച്ച് അവനെ അടിച്ചിടുകയാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ കഥാനായകനായ യോക്കോ വരുന്നു. അവനാണെങ്കിൽ അവരെ അടിച്ചിട്ട് ആ പയ്യന്റെ പൈസ അവന്റെയിലേക്ക് കൊടുക്കാൻ നിൽക്കുമ്പോൾ ആ സമയം ആ കോളേജിലെ പ്രിൻസിപ്പാൾ അങ്ങോട്ടേക്ക് വരുന്നു. അയാളുടെ കണ്ണിൽ ഇവനാണ് ആ പയ്യന്റെ നിന്ന് പൈസ വാങ്ങിയത് എന്ന് കരുതുന്നു. എന്നിട്ട് അവനെ ആ കോളേജിൽ നിന്നും പുറത്താക്കുകയാണ്. ഇവനാണെങ്കിൽ താൻ പോടോ എന്ന രീതിയിൽ കൂളായി നടന്നു പോകുന്നു. പറഞ്ഞല്ലോ, പുള്ളി ഒരു അഹങ്കാരനാണ്. ഇവനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഒരു കടയിലിരുന്ന് നൂഡിൽസ് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവന്റെ അടുത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട ആ മിന്മിക്കൊച്ച് അവന്റെ അടുത്ത് വന്ന്, നീ എന്തിനാടാ എല്ലാ പ്രശ്നത്തിലും പോയി തലവെച്ച് കൊടുക്കുന്നേ, നീ എന്താ ഞാൻ പറയുന്നത് കേൾക്കാത്തെ എന്ന ദേഷ്യത്തിൽ അവൾ അവനോട് നീ ചത്തുപോ എന്ന് പറയുന്നു. അവനാണെങ്കിൽ പോട്ടെ പുല്ല് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുമ്പിലേക്ക് ഒരു ഗ്യാങ് വന്നു നിൽക്കുന്നു. അതിലൊരുത്തൻ അവനോട് എന്താടാ ഒറ്റയ്ക്ക് മുട്ടാൻ വരുന്നോ എന്ന് വെല്ലുവിളിക്കുന്നു. ഇവനാണ് ഈ ഗ്യാങ്ങിന്റെ ലീഡർ. ഈ ഗ്യാങ്ങിൽ വെച്ച് തന്നെ കാണാൻ ഭംഗിയുള്ളത് ഇവനാണ്. അത് കാരണം ഇവനെ നമുക്ക് ചുള്ളെന്ന് വിളിക്കാം. അവന്റെ കൂടെയുള്ളവരെ ചുള്ളന്റെ കൂട്ടാളികൾ എന്ന് നമുക്ക് പറയാം. നമ്മുടെ യോക്കോയാണെങ്കിൽ ചുള്ളനെ എയറിൽ പറത്തി അവിടെ നിന്നും പോകുന്നു. കുറച്ചു മുന്നേ ഒരു അപ്പാപ്പന്റെ മൂക്കിലേക്ക് ആ ജീവി കയറി പോകുന്നത് നമ്മളെ കാണിച്ചില്ലേ? ആ അപ്പാപ്പനാണെങ്കിൽ ഇപ്പോൾ ഒരു സോംബിയുടെ പോലെയാണ് പെരുമാറുന്നത്. വണ്ടിയാണെങ്കിൽ ആകെ കണ്ണി കണ്ട രീതിയിലാണ് ഓടിക്കുന്നത്. അപ്പോ അതിന്റെ മുമ്പിലേക്ക് ഒരു കൊച്ചു പയ്യൻ അറിയാതെ പന്തുമായി വന്ന് നിൽക്കുന്നു. ഇത് കണ്ട യോക്കോ ആ കൊച്ചിനെ രക്ഷിക്കുന്നതിനിടയിൽ അവൻ അതിൽ മരണപ്പെടുകയാണ്. മരിച്ചതിന് ശേഷം യോക്കോ അവന്റെ ശരീരത്തിന് മുൻപിൽ ഒരു ആത്മാവായി വന്ന് നിൽക്കുന്നു. ഇപ്പോൾ അവന്റെ പിറകിലായി ഒരു പെണ്ണ് വന്നു നിൽക്കുന്നത് നമ്മളെ കാണിക്കുന്നു. അവർ മരണശേഷം ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു ഗേളാണ്. അവളെ നമുക്ക് ലില്ലി തന്നെ വിളിക്കാം. ലില്ലി ആണെങ്കിൽ നമ്മുടെ യോക്കോവിനെ കൂട്ടി സ്പിരിറ്റ് ഗോഡുള്ള സ്ഥലത്തേക്ക് പോകുന്നു. ഹേ ഫ്രണ്ട്സ്, ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ള കാരണം ഞാനിത് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടുത്ത പാർട്ട് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. ഒരു മിനിറ്റ് പോകുന്നതിന് മുൻപ് കൂട്ടുകാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിന്റെ അടുത്ത പാർട്ടുമായി കാണാം. ഓക്കെ, ബൈ.